നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൂർവിക സാന്നിധ്യം ഈ പൂജയ്ക്ക് ആവശ്യമാണ്. പൂർവികരെ ക്ഷണിച്ചു വരുത്താൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ഗായത്രി ദേവിയുടെ ആത്മാവിനെ ഇവിടെ വിളിച്ചു വരുത്തി ഈ കളത്തിൽ പ്രവേശിപ്പിച്ച് ആ മുകളിൽ കാണുന്ന ഭസ്മം ആ ആത്മാവിന്റെ മേൽപോട്ടിട്ട് സ്വാമി അവരെ നശിപ്പിക്കും. അതിനുള്ള അടവാണിത്. സ്വാമിജി അതെന്നോട് പറഞ്ഞിരുന്നു. വിശാലിന്റെ കൺമുന്നിൽ വെച്ച് ഗായത്രി ദേവിയുടെ ആത്മാവ് വായുവിൽ ലയിക്കും. സംഗതി എപ്പടി മോളെ, ഇത് സത്യമാണോ? സത്യം. ഈ ചാൻസ് ആന്റി യൂട്ടിലൈസ് ചെയ്തോ? എന്താ, കൊള്ളില്ലേ? ഇനി പൂർവികരെ സ്മരിച്ചോളൂ. എന്നിട്ട് ഞാൻ പറയുന്ന വിധം അവരിവിടേക്ക് ക്ഷണിച്ചു വരുത്തും. ഓരോരുത്തരായി ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ സ്മരിച്ചോളൂ. ശരി സ്വാമി. അമ്മയുടെ സാന്നിധ്യം ഈ പൂജയിൽ ആവശ്യമാണ്. അമ്മ വന്ന ഈ പൂജയിൽ പങ്കെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണം. അമ്മ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് പൂജയിൽ അമ്മ വരണേ. അമ്മേ, വിശാൽ സർ, ദേവമ്മ വന്നു. മുന്നിലുണ്ട്. പാർവതി, അമ്മ എവിടെ? ഇവിടെ നിപ്പുണ്ട്. ആന്റി അവളെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി ഒപ്പിടിക്ക. ഇല്ലെങ്കിൽ ഗായത്രി ദേവിയുടെ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്ത. പാർവതി, അമ്മ എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് വിശാൽ സർ. പ്രഭാവതി അമ്മ, അമ്മ ആത്മാവായിട്ട് പോലും ഇനി ഈ ഭൂലോകത്തില്ല എന്നറിയുമ്പോ ഇനി ഒരിക്കലും അമ്മയെ കാണാനില്ല എന്നറിയുമ്പോ എന്തായിരിക്കും വിശാലിന്റെ അവസ്ഥ? അവന് ഭ്രാന്ത് പിടിക്കും. അയ്യോ, അവൻ മുഴുഭ്രാന്തനായിട്ട് അലയും. നിന്റെ ഭർത്താവ് നിന്റെ കൺമുമ്പിലൂടെ മനോനില തെറ്റി അലയുന്നത് നിനക്ക് കാണാൻ പാർവതി. അമ്മേ, നിങ്ങൾ ഈ കാണിക്കുന്നത് ചതിയാണ്, കൊലച്ചതി. അതേടി, ഇത് ചതി തന്നെയാ. എന്റെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ഗായത്രിയുടെ ആത്മാവ് വായുവിൽ അലിഞ്ഞു ചേരാൻ. എനിക്കും അതൊന്ന് കാണണം. ഞാൻ ഒരുപാട് നാളായിട്ട് കാണാൻ കാത്തിരുന്നൊരു മുഹൂർത്തമാണത്. അയ്യോ അമ്മേ, ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. നിങ്ങള്
പറയുന്ന എന്ത് ഞാൻ ചെയ്യാം. ദൈവമേ, ഉപദ്രവിക്കരുത്. ദൈവമേടെ ആത്മാവിനെ നശിപ്പിക്കരുത്. അമ്മ, വിശാൽ സാറിനെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ആ, അവരെ വെറുതെ വിടണം. അമ്മ, ദൈവമേ വെറുതെ വിടമ്മ. അമ്മ, വിശാൽ സാർ പാവോ അമ്മ. അമ്മ, ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുത്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിച്ചോളാം. അവരെ വെറുതെ വിടമ്മ. അവരെ വെറുതെ വിടണം അല്ലേ? അവരെ വെറുതെ വിടാം പാർവതി. പക്ഷേ ഞാൻ അവരെ വെറുതെ വിടണമെങ്കിൽ നീ ആ ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് തരണം. നിനക്ക് സ്വത്തുക്കളിൽ യാതൊരു അവകാശവും ഇല്ല എന്ന്, ആ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ അവകാശം നീ സ്വമനസാലെ എന്നെ എല്ലാം ഏൽപ്പിക്കുകയാണെന്ന് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആയത്. അതായത് പാർവതി, നീ അതിൽ ഒപ്പിട്ടാൽ നിന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ എന്റെ പേരിലായി മാറും. അതിന് നിനക്ക് സമ്മതമാണോ? എങ്കിൽ ദേ ഈ പേപ്പേഴ്സിൽ ഒപ്പിട്. ഒപ്പിട്ടാൽ ഗായത്രിയെയും വിശാലിനെയും നീ പറയും പോലെ ഞാൻ വെറുതെ വിടാം. എന്റെ ഉദയനൂരമ്മ, ഞാൻ എന്തു ചെയ്യും? ഒപ്പിട്ട് കൊടുത്തോ? ഭദ്രമായിട്ട് നിലനിർത്തണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച സ്വത്തുക്കൾ മുഴുവൻ നഷ്ടാവും. ഇല്ലെങ്കിൽ ദൈവമേയും വിശാൽ സാറിനെ എനിക്ക് നഷ്ടപ്പെടും. അയ്യോ, നിന്റെ കരച്ചില് കണ്ട് നിൽക്കാനുള്ള നേരമൊന്നുമില്ല. ഒപ്പിടുന്നെങ്കിൽ വേഗം ഒപ്പിട്. ഞാൻ ഒപ്പിടാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.